ഹലോ എവരി വൺ, വെൽക്കം ടു ട്രിപ്പ് ടു മൈ ഗാർഡൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫെലനോപ്സിസ് ഓർക്കിഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഫെലനോപ്സിസിനെ വളർത്തണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. കാരണം ആ ചെടിയുടെ ഡീറ്റെയിൽസ് നമ്മളും അറിഞ്ഞിരുന്നാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് അതിനെ വളർത്തി ബ്ലൂം ചെയ്യിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ നിന്ന് നമ്മളൊരു പ്ലാന്റിനെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു, അതിനെ കുറച്ച് ദിവസം ആ ഫ്ലവർ അതിൽ നിന്നു കൊഴിഞ്ഞു പോയി, അതിനുശേഷം ആ പ്ലാന്റ് അങ്ങനെ ഇരുന്നങ്ങ് ചീത്തയായി പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഓർക്കിഡ് ചെടികളുടെ ഗ്രോത്ത് കണ്ടീഷൻസ് നല്ലതുപോലെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ മറ്റൊരു പേരാണ് മോത്ത് ഓർക്കിഡ്. ഈ പേരും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇനി ഏതാണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ട. അതിനു വേണ്ടിയിട്ടാണ്. ഈ ഫെലനോപ്സിസിനെ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് നമ്മൾ എവിടെ വെക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ ഫെലനോപ്സിസ് ചെടികളെ വളർത്തിയെടുക്കേണ്ടത്. അതിനായിട്ട് നമുക്കൊരു സൗത്ത് ഫേസിങ് ഓർ ഈസ്റ്റ് ഫേസിങ് വിൻഡോ സൈഡിൽ ഈ പ്ലാന്റിൻ്റെ പോട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് അതിനുണ്ടാകും. അതായത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്താം, പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവന്ന് വെക്കരുത്. മാത്രവുമല്ല ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന രീതിയിലും ചെടികളെ വെക്കരുത്. രണ്ടാമതായിട്ട് ഇതിന് ഉപയോഗിക്കേണ്ടുന്ന പോട്ടിംഗ് മീഡിയയെക്കുറിച്ചാണ്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ മണ്ണുകളിലാണ് മറ്റുള്ള ചെടികൾ വളരുന്നത്, പക്ഷേ ഓർക്കിഡ് അങ്ങനെയല്ലല്ലോ. അതിന് ഒരു സ്പെഷ്യൽ മീഡിയ തന്നെ വേണം. ഓർക്കിഡുകൾ സാധാരണ വളരുന്നത് വലിയ മരങ്ങളുടെ ബാർക്കുകളിലൊക്കെ പറ്റിപ്പിടിച്ചാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു എപ്പിഫൈറ്റ് ആണെന്ന് പറയുന്നത്. ഇത് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റൊരു മീഡിയ ആശ്രയിച്ചാണ് അത് വളരുന്നത്. അത് എപ്പിഫൈറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വേണം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അതിന് കൊടുക്കുമ്പോൾ, അതിനെ വളർത്തുമ്പോൾ അതിനെ കൊടുക്കേണ്ടുന്നത് ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ ബാർക്കുകളിലോ അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പീസുകൾ, കരിയുടെ കഷ്ണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മീഡിയയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓർക്കിഡുകൾക്ക് എങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഫെലനോപ്സിസ് ഓർക്കിഡുകളുടെ കാര്യത്തിൽ. അതിൻ്റെ പോട്ടിംഗ് മീഡിയ ഡ്രൈ ഔട്ട് ആകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അടുത്ത വാട്ടറിങ് കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് ഗ്രോത്ത് നല്ല രീതിയിൽ പോവുള്ളൂ. എന്നും നനയ്ക്കണമെന്നില്ല. മഴയുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് നനച്ചാൽ മതി, മഴയുണ്ടെങ്കിൽ വൺസ് ഇൻ എ വീക്ക് നനച്ചാൽ മതി. അപ്പോൾ പോട്ടിംഗ് മീഡിയ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വെള്ളം കൊടുക്കേണ്ടത്. അടുത്ത കാര്യം, നമ്മൾ എപ്പോഴാണ് ഈ പ്ലാന്റിന് ഫെർട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്ത് അത് ആ ഒരു മീഡിയവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യുന്നതിന് ഒരു സമയമെടുക്കും. ആ സമയത്ത് ആ പ്ലാന്റിന് ഫെർട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ആ പ്ലാന്റ് ആ മീഡിയവുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഒരു നല്ലൊരു ഗ്രോത്തിൻ്റെ സ്റ്റേജിലേക്ക് വരുന്നത്, അപ്പോൾ നമ്മളതിനെ ഫെർട്ടിലൈസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഫെലനോപ്സിസ് നടുമ്പോൾ അല്ലെങ്കിൽ വളർത്തുമ്പോൾ നിങ്ങൾ ഇക്കാര്യം വളരെ കെയർഫുള്ളായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ പുതുതായിട്ട് 2 ഫെലനോപ്സിസ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതൊരു വെറൈറ്റി. ഇതിൻ്റെ പേരാണ് ഹീറോസ്. നല്ല ഭംഗിയുള്ള പൂക്കൾ, അതിലൊരു ലൈൻസൊക്കെ കാണുന്നില്ലേ, നല്ല ഭംഗിയാണ്. അത് വലിയൊരു ഫ്ലവർ സ്പൈക്കാണ്. അതായത് ആ ഒരു സ്പൈക്കിൽ തന്നെ 12 പൂക്കളുണ്ട്. ഇത്രയും പൂക്കൾ കൂടുതലുള്ളത് വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോഴാണ് ഇത്രയും പൂക്കളൊക്കെ ഒരുമിച്ച് കിട്ടുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ അത്രയും കെയർ ചെയ്യണം അതിനെ. ആ കെയറിങ് ടിപ്സാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർക്കിഡും അതുപോലെ പൂക്കൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ട്രൂ ഹീറോ എന്നാണ്. നല്ല ഭംഗിയാണ്. കമ്പയറിങ് ടു അതർ ഇത് വലിപ്പമുള്ള ഫ്ലവറാണ്. ഞാൻ കാണിച്ച മറ്റേ വെറൈറ്റിയേക്കാൾ ഇതിന് നല്ല വലിപ്പമാണ് ഈ ഫ്ലവറിന്. മാത്രമല്ല ഈ സ്പൈക്കിൽ 7 പൂക്കളാണുള്ളത്. മറ്റ് സ്പൈക്കിൽ ആദ്യം കാണിച്ചതിലാണ് 12 പൂക്കളുള്ളത്. എന്തായിരുന്നാലും രണ്ടും വളരെ ഭംഗിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലിപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഇത്രയും വലിപ്പമുള്ള പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല ഫെലനോപ്സിസിൽ. അപ്പം നല്ല ഭംഗി
നല്ല രസം അത് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ കളറും വളരെ ഇഷ്ടപ്പെട്ട ഒരു കളർ തന്നെയാണ്. അതിൽ സ്ട്രൈപ്സും ഉണ്ട്, അതും അതിൻ്റെ ലിപ്പുകൾ കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ അടുത്തടുത്ത് വെച്ചേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ഡിഫറൻസൊക്കെ മനസ്സിലാവും. ഇത് കുറച്ചുകൂടെ ചെറിയ ഫ്ലവറാണ് ഈ ഹീറോസ് എന്ന് പറയുന്നത്. മറ്റേ ട്രൂ ഹീറോ എന്ന് പറയുന്നതാണ് വലിപ്പമുള്ള ഫ്ലവേഴ്സ്. എന്തായാലും നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കെയറിങ് ഒക്കെ നമ്മൾ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റിനെ ഒന്നുകിൽ ആ പോട്ടിംഗ് മീഡിയ മാറ്റിയിട്ട് പുതിയ പോട്ടിംഗ് മീഡിയ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പോട്ടും മാറ്റിയിട്ട് ഈ ഫ്ലവർ അങ്ങ് കൊഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ പോട്ടിംഗ് മീഡിയ മാറ്റി പുതിയൊരു പോട്ടിംഗ് മീഡിയ നിറച്ചിട്ട് വേറൊരു പോട്ടിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ എയർ കയറുന്ന രീതിയിലുള്ളൊരു പോട്ടിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഹൂക്സിൻ്റെ കാര്യം. ഈ ഫ്ലവർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ ലിപ്പിനകത്ത് വേറൊരു കളർ, ഒരു യെല്ലോ കളറും കൂടെ വരുന്നുണ്ട്. പിന്നെ അതിലൊരു ഹൂക്ക് പോലുള്ളൊരിത് കാണാം ലിപ്പിൽ. അപ്പോൾ ഒരു ഭംഗിയാണ്, പ്രത്യേകതയാണ് ആ പൂക്കൾ കാണാനായിട്ട്. കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും, കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്കും ഭംഗിയാണ് ആ പൂക്കൾ. വളരെ മനോഹരമായ പൂക്കളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഫ്ലവർ കിട്ടുന്ന തരത്തിലുള്ള വെറൈറ്റികളെ നമുക്ക് തന്നെ വീട്ടിൽ നല്ല രീതിക്ക് പരിപാലിച്ചെടുക്കാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറയുമ്പോൾ പിന്നെ ഡെൻഡ്രോബിയം ആണ് ബിഗിനർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുമെങ്കിലും ഫെലനോപ്സിസിനും ഒരു പ്രയാസമൊന്നുമില്ല വളർത്തിയെടുക്കാൻ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. ഫെലനോപ്സിസിനെ നമ്മൾ ഡയറക്റ്റ് ലൈറ്റിൽ വയ്ക്കരുതെന്നേ ഉള്ളൂ. അതേസമയം ഡെൻഡ്രോബിയം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലൈറ്റിൽ വെച്ച് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഫെലനോപ്സിസിനെ നമ്മൾ അധികം വെയിലൊന്നും കൊള്ളിക്കാതെ, ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കാതെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ, നമുക്ക് നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വേണം ഫെലനോപ്സിസ് വളർത്താൻ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇതിനെ വീട്ടിൽ പരിപാലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഫെലനോപ്സിസ് ഓർക്കിഡ്സ്. മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആദ്യം പറഞ്ഞിരുന്നു, ഒരു 4-5 ഗ്രോത്ത് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഫെലനോപ്സിസിന് ചെയ്തു കൊടുക്കണം. പിന്നെ മാത്രവുമല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാന്റിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ലീഫൊക്കെ നല്ല ക്ലീൻ ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഞാൻ ഈ ഒരു ഓർക്കിഡിനെ ആ രീതിയിൽ ഇവിടെ കെയർ ചെയ്യുന്ന ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഫെലനോപ്സിസ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ പ്രയാസമാണ്. അതായത് അത്ര ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്ലാന്റിനെയോ അല്ലെങ്കിൽ ഒരു സീഡ്ലിങ്ങിനെയോ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇതിലിങ്ങനെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ കൈവശമുള്ള പ്ലാന്റിനെ നല്ല രീതിക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനുശേഷം ഇരിക്കുന്ന പ്ലാന്റിനെ നല്ല കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഉള്ള പ്ലാന്റിനെ ക്ലിയറായിട്ട് ഒന്ന് വളർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ സവോള, ഉള്ളി ഇതിൻ്റെയൊക്കെ തോട് ഒരു നല്ല ബോയിലിംഗ് വാട്ടറും കൂടെ ഒഴിച്ച് ആ ഒരു ലിക്വിഡ് എടുത്ത ശേഷമാണ്, ആ ഒരു ലിക്വിഡ് ഫിൽറ്റർ ചെയ്തെടുത്ത ശേഷം നല്ല നീറ്റായ തുണി കൊണ്ട് അതിൻ്റെ ലീഫിനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോഴാണ് ആ ചെടിക്ക് അതൊരു ഇൻസെക്ടിസൈഡും കൂടെയൊക്കെയാണ് ആ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത്. അതിനെ പ്രാണികളും ജീവികളും ഒക്കെ വരാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതിന് നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ളൊരു കണ്ടീഷൻ കൊടുക്കാനായിട്ട് കഴിയും. ലീഫൊക്കെ നല്ല ഷൈനിങ് ആയിരിക്കും. മാത്രമല്ല ആ ലീഫിന് സൺലൈറ്റൊക്കെ അബ്സോർബ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിയും. അതായത് ഒരു ഡസ്റ്റൊന്നും കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ലിക്വിഡാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്കതിനെ നല്ല രീതിക്ക് ലീഫൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്ലാന്റ്സിന് ചെയ്തു കൊടുക്കുക. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം.